എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദി സർക്കാർ വഖഫിൽ പാർലമെന്റിന്റെ ഈ വിന്റർ സെഷനിൽ അവതരിപ്പിക്കുമെന്നാണ് ഏവരും വിചാരിച്ചത്. പക്ഷേ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ കുറച്ച് നേതാക്കന്മാർ സ്പീക്കർ ഓം ബിർളയെ കാണുകയും അത് എക്സ്റ്റെൻഡ് ചെയ്യണം, അതായത് JPCയുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് നവംബർ 29 പക്ഷേ അത് എക്സ്റ്റെൻഡ് ചെയ്യണം, അവർക്ക് കൂടുതൽ പഠിക്കണം, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണമെന്ന് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ സ്പീക്കർ ഓം ബിർള അത് അംഗീകരിച്ചു. അതായത് ഇനി വഖഫ് ബിൽ പാർലമെൻറ്റിൻ്റെ ബഡ്ജറ്റ് സെഷനിലേക്ക്, അതായത് ഫെബ്രുവരി മാർച്ച് മാസം നടക്കുന്ന ബഡ്ജറ്റ് സെഷനിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതേ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ ഇപ്പോൾ പറഞ്ഞു പരത്തുന്നത് BJP ഈ വഖഫ് ബില്ലിന്മേൽ രാഷ്ട്രീയം കളിക്കുകയാണ്, അതുകൊണ്ടാണ് ബഡ്ജറ്റ് സെഷനിലേക്ക് വഖഫ് ബിൽ മാറ്റിയത് എന്നാണ് ഇപ്പോൾ അവർ ആരോപണം ഉന്നയിക്കുന്നത്. ശരിക്കും എന്നിരിക്കട്ടെ, BJP ഇതിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്നിരിക്കട്ടെ, അത് ഇവർ വഖഫ് ബില്ലിനൊക്കെ എതിരാണ് കേട്ടോ. അതായത് ഇതേ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഈ ബില്ലിന് എതിരെയാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ക്ലെയിം ചെയ്ത വഖഫിൻ്റെ കൂടെയാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ മിക്കതും. ഇതിന് കേരളത്തിൽ CPM കോൺഗ്രസും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വഖഫിനെ അനുകൂലിക്കുന്നുണ്ട്. അതായത് നരേന്ദ്രമോദി സർക്കാർ വഖഫ് ഭീകരതയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ അത് കൂട്ടിച്ചേർത്ത് അത് അമെൻഡ് ചെയ്യുന്നൊരു ബില്ലാണ് കേട്ടോ വരാൻ പോകുന്നത്. അതായത് ഈ ഇത്തരം വഖഫ് ഭീഷണി നേരിടുന്ന ആൾക്കാർക്ക് അനുകൂലമായി, അവർക്ക് അനുകൂലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഖഫ് ക്ലെയിം ചെയ്ത എന്താണോ ആ ഭൂമിയൊക്കെ വഖഫിനുള്ളതാണ്. അങ്ങനെ ഒരു സ്റ്റാൻഡാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ എടുക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതല്ല. ഇൻ കേസ് നരേന്ദ്രമോദി സർക്കാർ പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനത്തിൽ, അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നരേന്ദ്രമോദി സർക്കാർ പാർലമെൻറ്റിൽ ലോക്സഭയിൽ ഭൂരിപക്ഷമില്ല, രാജ്യസഭയിൽ മാത്രമേ ഭൂരിപക്ഷമുള്ളൂ. അതായത് 10-30 MP കുറവുണ്ട്. അതായത് ഒറ്റയ്ക്ക് ഭരിക്കാൻ BJPക്ക് ഇപ്പോഴും ശേഷിയില്ല. അപ്പോൾ BJP റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇൻ കേസ് റിസ്ക് എടുത്ത് നരേന്ദ്രമോദി സർക്കാർ, അതായത് നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനെയൊക്കെ കൺവിൻസ് ചെയ്ത് പിന്നെ രാജ്യത്തെ ചില പ്രതിപക്ഷ പാർട്ടികളൊക്കെ കൂട്ടിപ്പിടിച്ച് അതീവ റിസ്ക് എടുത്ത് ഈ ബില്ല് പാസ്സാക്കിയെന്നിരിക്കട്ടെ, അതായത് ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നരേന്ദ്രമോദി സർക്കാർ പാർലമെൻറ്റിൽ ഈ ബില്ല് പാസ്സാക്കി എന്നിരിക്കട്ടെ, അപ്പോൾ എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. കേരളത്തിൽ ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ച് വെരി നെക്സ്റ്റ് ഡേ തന്നെ ഇവിടെ പല ഫ്ലക്സുകളും ഉയരും. അതായത് രഹസ്യ പ്രചരണം നടത്തും. അതായത് കേരളത്തിലെ CPM കോൺഗ്രസും ഒക്കെ പ്രചരണം നടത്തും. അതായത് ഈ ബില്ല്, അതായത് ഈ വഖഫിൻ്റെ ഭീകരതയിൽ നിന്ന് ജനങ്ങളെ രക്ഷിച്ചതിൽ കേരളത്തിലെ 20 MP പങ്കുണ്ട്, ഞങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെ ഫോഴ്സ് ചെയ്താണ് ഇത് പാസ്സാക്കി എന്ന് ക്രെഡിറ്റ് അടിച്ച് മാറ്റാൻ വേണ്ടി ഈ ആൾക്കാർ ഈ 20 MP പാർട്ടിക്കാരും ഈ 20 MP മുന്നിലുണ്ടാകും. അത് ഉറപ്പാണ്. നിങ്ങൾ എഴുതി വെച്ചോ. ഇൻ കേസ് നരേന്ദ്രമോദി സർക്കാർ ഈ വഖഫ് ബില്ലും യൂണിഫോം സിവിൽ കോഡും പാസ്സാക്കി എന്നിരിക്കട്ടെ, 2026 നടക്കുന്ന നിയമസഭാ ഇലക്ഷൻ, കേരളത്തിലെ ഈ നിയമസഭ അടുത്ത് വരുന്ന മേജർ ഇലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രിതല പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷൻ ഉണ്ട് അവിടെ, അതിരിക്കട്ടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2026 അസംബ്ലിയിലേക്കാണ് അടുത്ത മേജർ ഇലക്ഷൻ വരുന്നത്. ആ ഇലക്ഷൻ നോക്കിക്കോ, ഇതിന് മുന്നേ നരേന്ദ്രമോദി സർക്കാർ ഈ വഖഫും യൂണിഫോം സിവിൽ കോഡൊക്കെ കൊണ്ടുവന്നു. ഇൻ കേസ് പാസ്സാക്കി എന്നിരിക്കട്ടെ, ഈ പാർട്ടിക്കാർ, ഇതേ കോൺഗ്രസ്സുകാരും ലീഗൊക്കെ ശരിക്കും വഖഫ് ബോർഡിലുള്ള ആൾക്കാരുണ്ട്. ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ വഖഫ് ബോർഡിലുണ്ട്. അവർ പോലും നരേന്ദ്രമോദി സർക്കാർ ഈ ബില്ല് പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2026 കേരളത്തിൽ നടക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ അതൊരു പ്രചരണ ആയുധമാക്കും. എന്തിനെന്നറിയോ? അത് അവരാണ് കൊണ്ടുവന്നത്. അതായത് അതിൻ്റെ പല നല്ല വശങ്ങളും അവരുടെ ഇൻപുട്സ് ആയിരുന്നു. അവർ പ്രഷറൈസ് ചെയ്തിട്ടാണ് അത്ര നല്ല കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചത് എന്ന് വരെ പറയും ഇവിടുത്തെ ആൾക്കാർ. അതായത് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി ഇവന്മാർ ഭയങ്കര മിടുക്കന്മാരാണ്. നമുക്കറിയാം, 2021 ഇലക്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് 2021 അസംബ്ലി ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു മാർച്ച് മാസം നമ്മുടെ ശ്രീമതി ടീച്ചർ, മുൻ MP മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന ശ്രീമതി ടീച്ചർ ഒരു ഫേസ്ബുക്ക് ലൈവ് ഇട്ടു കേട്ടോ. അതായത് ലൈവ് ഇട്ടതെന്ന് വെച്ചാൽ പുള്ളിക്കാരി കാസർഗോഡ് നിന്ന് ട്രാവൽ ചെയ്യാണ്. അപ്പോൾ ദേശീയപാതയിൽ നാഷണൽ ഹൈവേൻ്റെ പണി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി പറയുകയാണ്, ഇതേ കണ്ടില്ലേ, ഇടതും വലതുമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പണി നടക്കുകയാണ്, ദേശീയപാത വികസിപ്പിക്കുകയാണ്, നമ്മുടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തിയായിട്ടോ LDFൻ്റെ ഒരു ഇച്ഛാശക്തിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു പ്രാപ്തി ഞങ്ങൾക്കുണ്ട്. അതായത് ഞങ്ങളൊരു സംഭവമാണെന്ന രീതിയിൽ ഇതേ കണ്ടില്ലേ, ഇതേ പിണറായി വിജയൻ്റെ നമ്മുടെയൊക്കെ ഒരു ഇച്ഛാശക്തിയാണ്, ഇതേ കാണുന്നില്ലേ, ദേശീയ പാതയോരങ്ങളിൽ ഇങ്ങനെ വികസനം വരുന്നത് കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, ഒരു ഫേസ്ബുക്ക് ലൈവ് ഇട്ടിരുന്നു. ട്രോളിൻ്റെ പെരുമഴയായിരുന്നു. അതായത് ഈ നാട്ടിലെ ഒരു കൊച്ചു കുട്ടിക്കും പോലും അറിയാം ഈ ഇത്തരം പണികൾ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. നമുക്കറിയാം, നിതിൻ ഗഡ്കരി തന്നെ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ നാഷണൽ ഹൈവേയുടെ 80%, 60-40 80-20 കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ, ആ ഒരു റേഷ്യോയിലാണ് ഫണ്ട് ഇടുന്നത്. അതായത് ആ 20% പോലും ഇടാൻ കേരളത്തിന് പൈസ ഇല്ല. നിതിൻ ഗഡ്കരി പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിൻ്റെ കാര്യം പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ തരാൻ കേരളത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് കേരളത്തിലെ 100% കോൺട്രിബ്യൂഷൻ സെൻട്രൽ ഗവൺമെൻറ് ആണെന്ന രീതിയിലാണ് നിതിൻ ഗഡ്കരി പാർലമെൻറ്റിൽ പ്രസംഗിച്ചത്. അപ്പോൾ അതിനെതിരെ CPMൻ്റെ രാജ്യസഭ MP ജോൺ ബ്രിട്ടാസിന് പോലും ഒന്നും പറയാൻ പറ്റില്ല. കേരളത്തിലെ 20 MP ആരും എതിരെ ഒരു അക്ഷരം
പറഞ്ഞിട്ടില്ല, പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് സത്യമാണ്, അദ്ദേഹം ഡാറ്റ വെച്ചിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ പക്ഷേ നാഷണൽ ഹൈവേയിൽ ഒരു പാലം വന്നാൽ എന്ത് വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ഫ്ലക്സ് വെക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാണ്. അതായത് മുഹമ്മദ് റിയാസിൻ്റെ കാര്യം അറിയാലോ, കേരളത്തിൽ എവിടെയെങ്കിലും ഒരു പാലോ കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഫ്ലക്സ് വെക്കുന്നത് ഈ മരുമകൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയൊക്കെ ഫ്ലക്സ് ആയിരിക്കും ആദ്യം പൊങ്ങുന്നത്. അതായത് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ഇവന്മാർ ഭയങ്കര ബിരുദന്മാരാണ്. പിന്നൊരു ഉദാഹരണം പറയാം. അതായത് 2022 നമ്മൾ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നരേന്ദ്രമോദി സർക്കാർ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വൻപൻ പ്രോജക്റ്റ് ഇനോഗ്രേറ്റ് ചെയ്തിരുന്നു, INS വിക്രാന്ത് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ, 2022 കൊച്ചിൻ ഷിപ്പ് യാർഡിൽ. അതായത് ഇന്ത്യയുടെ ഫസ്റ്റ് എയർക്രാഫ്റ്റ് കാരിയറാണത്, ഫസ്റ്റ് എയർക്രാഫ്റ്റ് കാരിയർ. അതായത് അത് ഇവിടെ ഷിപ്പ് യാർഡിലാണ് ലോഞ്ച് ചെയ്തത്, ഇനോഗ്രേറ്റ് ചെയ്തത് PVP. അത് നമ്മൾ ടി വിയിലൊക്കെ അന്ന് എല്ലാവരും കണ്ടതാണ്. അതിൻ്റെ ഫങ്ഷൻസിലെ A to Z കാര്യങ്ങളെല്ലാം കണ്ടതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ എന്താ പറയുക, തൃക്കാക്കര ബൈ ഇലക്ഷൻ്റെ സമയത്ത് അവർ കേരളത്തിൻ്റെ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു മാനുസ്ക്രിപ്റ്റ് വിതരണം ചെയ്തിരുന്നു. അതായത് ഇലക്ഷന് മുന്നേ കേരള ഗവൺമെൻറ് എന്തൊക്കെയാണ് ചെയ്തത് അതിൽ ഈ കേരള ഗവൺമെൻറ്, ഈ പിണറായി വിജയൻ സർക്കാർ എഴുതി പിടിപ്പിച്ചു INS വിക്രാന്ത് ശരിക്കും അത് കേരള ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണെന്ന രീതിയിൽ അവർ ആ മാനുസ്ക്രിപ്റ്റിൽ എഴുതി പിടിപ്പിച്ചു. ഒന്ന് ആലോചിച്ചൊക്കെ, ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന ഒരു പരിധിയില്ലേ, നാണോമാനം ഉളുപ്പില്ലാത്ത ആൾക്കാരല്ലേ, ഒരു പരിധിയില്ലേ. അതായത് ഒരു ലോജിക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് ഇത്തരം പ്രോജക്റ്റുകൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എടുത്ത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിഞ്ഞൂടെ? അത് എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഒരു വകതിരിവുമില്ലാതെ എന്താ പറയുക ഇത്തരം കാര്യങ്ങൾ അത് എഴുതി പിടിപ്പിക്കുകയാണ്. പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് എന്ത് പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാലും ഇവന്മാർ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ മുന്നിലുണ്ട് ഫ്ലക്സ് അടിക്കാൻ വേണ്ടി. ഇവരെന്നെ അത് ആരെങ്കിലും ജനങ്ങൾ കണ്ടുപിടിച്ച് സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അത് വൈറലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാർ പറയുന്ന സ്ഥിരം ഒരു ക്ലീഷേ ഡയലോഗുണ്ട്. അതായത് ക്രെഡിറ്റ് വേണ്ട, ഞങ്ങൾക്ക് പുഞ്ചിരി മാത്രം മതിയെന്ന്. അതായത് കട്ടതാരെങ്കിലും പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴാണ് ഇവന്മാർ ക്രെഡിറ്റ് വേണ്ട, പുഞ്ചിരി മാത്രം മതി എന്നുള്ള സെറ്റപ്പിൽ ഇവരെ സൈബർ വിങ്ങുകളൊക്കെ അത്തരത്തിൽ പ്രചരിപ്പിക്കും. പിന്നെ നമുക്കറിയാം ശശി തരൂർ തിരുവനന്തപുരം ലോകസഭയിൽ മത്സരിക്കുന്ന സമയത്ത് അദാനി അവിടെ പോർട്ട് കൊണ്ടുവന്നത് ശശി തരൂറാണ്, അവിടുത്തെ നാഷണൽ ഹൈവേ കൊണ്ടുവന്നത് മറ്റേ ശശി തരൂറാണ്. അങ്ങനെ വിഴിഞ്ഞം പോർട്ടൊക്കെ കൊണ്ടുവന്ന അദ്ദേഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് ലഘുലേഖയൊക്കെ വിതരണം ചെയ്തിരുന്നു. അപ്പോൾ അത്രത്തോളം ഇവർ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ. ഇപ്പോൾ നമുക്കറിയാം ഈ യൂണിഫോം സിവിൽ കോഡ് വന്നു എന്നിരിക്കട്ടെ, യൂണിഫോം സിവിൽ കോഡ് വന്നെങ്കിൽ ഇവിടെ ആദ്യം മത്സരിക്കുന്നത് CPM കോൺഗ്രസ് ആയിരിക്കും. അതായത് കണ്ടില്ലേ, ഞങ്ങൾ MP ഇടപെട്ടാണ് ഇവിടെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നത്. ഇതിലെ ബി ജെ പി കൊണ്ടുവന്ന ബില്ലിൽ എന്തൊക്കെയോ ജനങ്ങൾക്കെതിരായ കാര്യങ്ങളായിരുന്നു, ഇവിടുത്തെ ന്യൂനപക്ഷത്തെ പീഡിപ്പിക്കാനുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇടപെട്ട് അതൊരു ജനകീയമായ സംഭവമാക്കി, ഞങ്ങൾ പ്രഷറൈസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചതെന്നൊക്കെ ഇവിടുത്തെ പ്രചരണം നടക്കും. 2026 നടക്കാമെന്ന പ്രചരണമായിരിക്കും ഇതൊക്കെ. അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ എന്ത് തന്നെയാലും മുന്നിലുണ്ടാകും. ഇതേ മുസ്ലിം ലീഗ് അടക്കം പറയും ഞങ്ങൾ വഖഫ് ഭീകരതയിൽ നിന്ന് രക്ഷിച്ചത് ഞങ്ങളാണെന്ന രീതിയിൽ. ഇൻ കേസ് മോദി ഈ ബില്ല് പാസ്സാക്കിയാലും ഇവർ ഒരു ഉളുപ്പില്ലാതെ പറയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ 2020 അപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ഈ ബില്ലൊന്നും അടുത്ത കാലത്തൊന്നും പാസ്സാക്കരുത്. ഇവന്മാർക്ക് ചുമ്മാ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ഒരവസരം കൊടുക്കരുത്. ശരിക്കും ഈ ബില്ല് 2026 അതായത് ഈ വഖഫ് ബില്ലൊക്കെ 2026 കേരള അസംബ്ലി ഇലക്ഷൻ നടക്കുമ്പോൾ ശരിക്കും ചർച്ചയാണ്. ഈ ലീഗൊക്കെ ഉണ്ടല്ലോ, മുസ്ലിം ലീഗൊക്കെ, അവരൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ മതേതര പാർട്ടി എന്നാണെന്ന് പറയുന്നത്. എൻ്റെ ദൈവമേ, ഞാൻ ജീവിതത്തിൽ കേട്ട ഏറ്റവും വലിയ തമാശയാണ് ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്ന് പറയുന്നത്. കഷ്ടം. അപ്പോൾ ഇവരൊക്കെ ശരിക്കും എക്സ്പോസ്ഡ് ആവണം. 2026 കേരളത്തിലെ അസംബ്ലി ഇലക്ഷനിൽ എക്സ്പോസ്ഡ് ആവണം ഇവരുടെ ഫേസൊക്കെ. അപ്പോൾ അറ്റ്ലീസ്റ്റ് അത്ര വരെയെങ്കിലും നരേന്ദ്രമോദി സർക്കാർ ഇത്തരം ബില്ലുകളൊന്നും പാസ്സാക്കരുത്. നിങ്ങൾ കണ്ടോ, ഈ മുഹമ്മദ് റിയാസൊക്കെ പറഞ്ഞു കേരളത്തിലെ നാഷണൽ ഹൈവേ ഒക്കെ വികസിപ്പിക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങളുടെ ഒരു ഇച്ഛാശക്തിയാണ്, ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒറ്റയ്ക്കില്ല, ഇതല്ല ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. നിതിൻ ഗഡ്കരി പാർലമെൻറ്റിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഇവരെ കേരളത്തിൽ ഇപ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ, അതായത് അവർ ഉപേക്ഷിച്ചെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇവർ ഇലക്ഷൻ്റെ സമയത്ത് അങ്ങനെ പ്രചരണം നടത്തും. കണ്ടോ, എഴുതി വെച്ചോ. എന്തായാലും ഇത് ഒരു വലിയ പ്രചരണ വിഷയമാക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇവർ പാർലമെൻറ്റിലും കേരള അസംബ്ലിയിലും എന്താ പറയുക, കേരള അസംബ്ലിയിലൊക്കെ ഒരുമിച്ച് രണ്ടാൾ പ്രമേയമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ബില്ല് പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ഇവന്മാരുണ്ടാവും. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോദിജി അങ്ങ് ഇത്തരം ബില്ലുകളൊക്കെ പാസ്സാക്കിക്കോ, ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ഞങ്ങളിവിടെ റെഡിയാണ്, ഫ്ലക്സ് അടിക്കാൻ റെഡിയാണ്. അതായത് ഇൻ കേസ് ഇത് പാസ്സാവുകയാണെങ്കിൽ ഇവന്മാർ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കും. 2026 കേരളത്തിലെ അസംബ്ലി ഇലക്ഷനിൽ അവന്മാർ ഇത് ഉപയോഗിക്കും. ഈ ക്രെഡിറ്റ് അടിച്ചെടുത്ത് ജനങ്ങൾ വോട്ട് ചെയ്യുകയും ചെയ്യും. കേരളത്തിലെ ജനങ്ങൾ ഭയങ്കര പ്രബുദ്ധരാണ് കേട്ടോ. അതായത് അപ്പോൾ അവർക്ക് പ്രബുദ്ധത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രബുദ്ധത അങ്ങ് മൂത്ത് എന്ന് പറഞ്ഞിട്ട് 3 നേരം പുഴുങ്ങി തിന്നാണ് അവർ പ്രബുദ്ധത. അപ്പോൾ ഇതേ ആൾക്കാരാണ്, ഇവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ എന്നാലും ഇത്തരം പ്രചരണങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ വീണ് പോവും, അവർ വോട്ട് ചെയ്യും. ഈ ശശി തരൂറൊക്കെ കണ്ടോ, ഈ
വഖഫിൽ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലത്തീൻ കത്തോലിക്കരുടെ അടുത്ത് പോയിട്ട് പറയും ഇതിനൊക്കെ ഞാനാണ് ചുക്കാൻ പിടിച്ചത്, എൻ്റെ ഇൻപുട്സാണ് എല്ലാവരും രക്ഷിച്ചത്, വാല്യുബിൾ അഡ്വൈസാണ് ഇതിനവർ ജനകീയമാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഈ ലത്തീൻ സമുദായക്കാർക്ക് അടുത്തൊക്കെ അവരുടെ പ്രചരണം നടത്തും. അതേ ആൾക്കാർ ഈ സമരത്തിൻ്റെ ദൂഷ്യവശങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അതേ ആൾക്കാർ വീണ്ടും കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്യും. ശശി തരൂരിനെ പോലെ ആൾക്കാർ ജയിപ്പിക്കും. അപ്പോൾ ഇവരൊന്നും ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല. അതായത് ക്രെഡിറ്റ് അടിച്ചടിക്കാൻ അവരെന്തായാലും മുന്നിലുണ്ടാവും. എഴുതി വെച്ചോ. നന്ദി, നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ കാണാം.